നിങ്ങളിത് കണ്ടോ? പ്രൊഫഷണൽ കൊറിയേഴ്സിൻ്റെ തെമ്മാടിത്തരാണ് ഈ പറഞ്ഞ കാണുന്നത്. ഞാൻ കൊച്ചിയിൽ നിന്നൊരു സാധനം കൊറിയർ അയച്ചതാണ്. അല്ലേ, ഒരു ഡാമേജ് ഇല്ലാണ്ട് അയച്ച സാധനമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും കണ്ട നടുഭാഗം തന്നെ കീറിയിരിക്കുന്നു, നടുഭാഗത്തിന് ആ ഗ്ലാസ് തന്നെ പൊട്ടിയിരിക്കുന്നു. ഒരു സൺഡേ അയച്ചിട്ട് ഇതിവിടെ എത്തിയത് തേഴ്സ്ഡേ വൈകിട്ടാണ്. എന്ത് ഡിലേയാ! ഡിലേ ആണെങ്കിലും ഓക്കെ, സാധനം മര്യാദക്ക് എത്തണം. അതെ, സാധനം പൊട്ടിച്ച് നാശാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ കൊറിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ പറ്റിയിട്ട്. പേരിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞ സാധനം. എന്തായാലും അവരുടെ ആറ്റിറ്റ്യൂഡിലില്ല. അവരുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോഴും അതിനേക്കാട്ടിലും വലിയ അൺപ്രൊഫഷണലിസം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എത്താനായിട്ട് 4 ദിവസം. സൺഡേ അയച്ച സാധനം എത്തിയത് തേഴ്സ്ഡേ വൈകിട്ട്. ഓക്കെ, എത്തി, ശരി, എന്തെങ്കിലും കാണിച്ചെത്തട്ടെ. നമ്മൾ ഈ കൊടുത്ത സാധനം കൊടുത്ത പോലെ എത്തണം എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ അവസ്ഥ? കണ്ടില്ല, നടുക്കുന്നൊരൊറ്റ പീസായിട്ട് ഇങ്ങനെ കട്ടായിപ്പോയി. നമ്മളിത് എന്താ പറയുക, അവരുടെ കയ്യിൽ കൊടുത്ത് അവർ സെക്യൂറായിട്ട് പാക്ക് ചെയ്ത് തയ്ക്കേണ്ടതിന് പകരം അവരിത് അയച്ചപ്പോൾ എത്തിക്കുന്നത് പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട്. ഇതാണോ പ്രൊഫഷണൽ കൊറിയേഴ്സ് എന്നുള്ള ഒരിത്? പ്രൊഫഷണൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാതെയാണോ അവർ ഈ കമ്പനി തുടങ്ങിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തോ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോഴത്തേക്കിനാണെങ്കിലും ഞാൻ പറഞ്ഞത് എനിക്ക് റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് എങ്കിലും തരണം. ചിലപ്പോൾ സാർ മാക്സിമം നമ്മളെ കൊണ്ടിട്ട് ഒരു 200 റുപ്പീസ് തരാം. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കൈ വെച്ചോ, 200 റുപ്പീസ് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഇത് നന്നാക്കാനായിട്ട് അറൗണ്ട് ഒരു 600+ ആയി. അത് കൊറിയർ അയക്കുക, ഇത് റിപ്പയർ ചെയ്യുക, എൻ്റെ ടൈം പോയി, ഞാൻ കുറേ ബുദ്ധിമുട്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ അവസാനം 200 റുപ്പീസ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും മാക്സിമം ഇതൊക്കെ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കുക. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അത്രയൊക്കെ ഉള്ളൂ.